ഞാനിങ്ങനെ വന്ന് കരയുണ്ടായെന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. അതെ, ക്യാൻസർ ആണ്. മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം രോഗം കൂടുതലും സാരമായി ബാധിച്ചിരിക്കുകയാണ്. ദയവായി നെഗറ്റീവ് കമൻറ്റുകളും പരിഹാസങ്ങളും ഒഴിവാക്കുക. കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഫിറോസ്. എല്ലാവരും മനുഷ്യരാകുന്നു. അദ്ദേഹം ഒരു മനുഷ്യനാണെന്ന് അത് തെളിയിച്ചു. അദ്ദേഹവും അവിടെ പോയി അദ്ദേഹം ബിഷപ്പ് നോബൽ ഫിലിപ്പ്. കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി നിങ്ങൾക്ക് അറിയാം. അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുക, പുറത്തു പോകാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. കിച്ചുവിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും ഒരു രോഗാവസ്ഥ നിൽക്കുന്ന സ്ത്രീയുടെ രോഗവും മറ്റുള്ള വിവരങ്ങളും അറിഞ്ഞിട്ട് കിച്ചു അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, അവരോട് എന്താണെന്നുള്ള കാര്യം തിരക്കിയിട്ടില്ല എങ്കിൽ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരുപാട് പേര് പുറകെ നടന്ന് ആക്രമിക്കുകയും അവരുടെ ജീവിതം എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാതാവണമെന്ന് ആഗ്രഹിച്ചൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ രേണുസുതിയായിരിക്കും. എന്നെപ്പോലെ ഒരുപാട് യൂട്യൂബിനകത്തൊക്കെ ഈ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ കോണ്ടൻറ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഭാഗമായിട്ട് വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇവരുടെ ഈ ഒരു പേര് കാരണം ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്, സീരിയസ്ലി. അപ്പോൾ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാം, പലരും ആഗ്രഹിച്ചിരുന്ന ഒരു വീഴ്ച അവരുടെ ലൈഫിനകത്ത് ആ ഒരു വീഴ്ചയുടെ പടവുകളിലേക്ക് അവർ നിലവിൽ വീണിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവരുടെ മുമ്പിലേക്കും അറിയിക്കുന്നു. ഞാൻ വീണു, പക്ഷെ ഞാൻ ആ വീഴ്ചയിൽ അവർ വീണു എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ സർവശക്തിയായി അവർ തിരിച്ചു വരും എന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. വരും, നിലനിൽക്കും. ഋതപ്പനെയും ഒക്കെ വളർത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകും. എന്താണെന്നുള്ളത് നോക്കാം. ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? സത്യം അല്ല എന്നെങ്കിൽ നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസർ ആണ്. സത്യം പറഞ്ഞ ഇത് കണ്ടിട്ടും ഇവരഭിനയിക്കുകയാണെന്ന്, അല്ലെങ്കിൽ ഇത് കണ്ടിട്ടും സന്തോഷിക്കാനുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്കത് വന്നല്ലോ. ക്യാൻസർ പോലത്തെ ഒരു മഹാരോഗം ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ രൂപത്തിൽ വന്നല്ലോ. ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന വിഫല ശ്രമം, കള്ളം, പറ്റിപ്പ്, കള്ളി, വഞ്ചകി, കൊലപാതകിയെക്കാട്ടിലപ്പുറം ഈ ലോകത്തിലെ ഏറ്റവും നികൃഷ്ടമായ ജീവി എന്നുള്ള രീതിയിലേക്കൊക്കെയാണല്ലോ ഈ സ്ത്രീക്ക് നൽകിയിരിക്കുന്ന ചാപ്പ. അപ്പം അങ്ങനെ ഒരു സ്ത്രീ ഇത്രയും വലിയൊരു മാരക രോഗം എനിക്ക് വന്നിരിക്കുന്നു എന്ന് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അറിയിക്കുമ്പോൾ അത് കണ്ട് സന്തോഷിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ എൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ളത് കണ്ണാടിയുടെ അകത്ത് പോയി നിങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ ഇരിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും അടുത്ത ദിവസത്തേക്ക്, അടുത്ത നിമിഷത്തേക്ക് ഇവിടെ ഉണ്ടാകുമോ പോലും പറയാൻ വേണ്ടിയിട്ട് പറ്റാത്ത സാഹചര്യം. ഹിരോഷിമ നാഗസാക്കിയിനകത്ത് ജീവിച്ച ഒരു മനുഷ്യരായിരുന്നു. സുനാമി വന്നപ്പോൾ അതിനകത്ത് പോയൊരു മനുഷ്യരായിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൻ്റെ തലേദിവസം രാത്രി അടുത്ത ദിവസം ജോലിക്ക് പോകാനും സ്കൂളിൽ പോകാനും സ്വപ്നം കണ്ട് കിടന്നുറങ്ങിയവരും പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവശരായി ഉറങ്ങിയ ആൾക്കാരെല്ലാം അടുത്തൊരു ദിവസം സുപ്രഭാതം കാത്തു കിടന്നവരായിരുന്നു. അവരായിരുന്നില്ല. അതുകൊണ്ട് ആരും അത്ര അഹങ്കരിക്കണ്ട. ആർക്കും എന്തും എപ്പോഴും വരാം. നമ്മുടെയൊക്കെ അവസാനം എങ്ങനെ ആയിരിക്കും ആർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതാണ് ഈ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം. പറഞ്ഞെന്നാൽ മാത്രം. ഞാനിങ്ങനെ വന്ന് കരയുണ്ടായെന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് നിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. കുറച്ച് മോശമാണ്. ബ്രസ്റ്റിൽ നിന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംഫ് നോഡ് വഴി ഹാർട്ടിന്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നു പോകുന്നത്. 3rd സ്റ്റേജ് കഴിയാൻ പോകുന്ന ഒരു ക്യാൻസർ അതിജീവിതയാണ് സംസാരിക്കുന്നത്. നമുക്കൊക്കെ
ഒരു അത്യാവശ്യം ഒരു മാരക രോഗം വന്ന് പിടിപെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രമായിരിക്കും വേദന. ക്യാൻസർ എന്ന് കേൾക്കുന്നത് പോലും ആൾക്കാർക്ക് ഇപ്പോഴും ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റത്തില്ല. ക്യാൻസർ എന്നുള്ളൊരു വാക്ക് പറയാൻ പോലും പേടിയാണ്. ഒരു മിഡിൽ ഏജ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്യാൻസർ എന്നുള്ള പേര് തന്നെ ശരിക്കും ഭയമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ റീൽസ് ഇട്ടും സമൂഹത്തിൻ്റെ മൊത്തം ചീത്തപ്പേരും തെറിവിളികളും നിരന്തരമായിട്ടുള്ള അപവാദ പ്രചരണങ്ങളും ഒക്കെ കേട്ടും ഏറ്റുവാങ്ങിയിട്ടും ആ സ്ത്രീ ഇത് കുറേ നാളിന് മുമ്പ് അറിഞ്ഞിട്ടും പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് അവരെന്തിനായിരിക്കും ഈ കെട്ടിയാടിയത്? അവിടെ എനിക്ക് ഓർമ്മ വരുന്നത് വില്യം ഷേക്സ്പിയർ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. വേൾഡ് ഈസ് ലൈക്ക് എ സ്റ്റേജ്, വി ആർ ഓൺലി പ്ലേയേഴ്സ് ഓൺ ഇറ്റ് എന്ന് പറയുന്നൊരു സാധനം. അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി പറയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ആ സ്ത്രീ ഇതെല്ലാം അറിഞ്ഞിട്ട് നമ്മുടെ മുമ്പിലേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം അതിന് എനിക്ക് തോന്നുന്നു, ചിലപ്പോൾ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ, അവർക്ക് ഈ രോഗാവസ്ഥയിൽ അങ്ങനെ പൂർണ്ണമായിട്ടും രോഗത്തിന് കീഴ്പ്പെട്ട് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എനിക്ക് രോഗിയാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ സഹതാപ തരംഗം ചിലപ്പോൾ ഉണ്ടായേക്കാം. മറിച്ച് ഇവരുടെ രോഗത്തിന് തന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ആരാണ് കാശ് കണ്ടെത്തി കൊടുക്കുക? മുൻകാലത്തിലുള്ള കണ്ട വീഡിയോ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അവരുടെ അച്ഛൻ ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞ് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിയാത്ത ഒരാളാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയാണ്, രേണുവിൻ്റെ സഹോദരിയാണുള്ളത്, ചേച്ചി എന്തോ ഉള്ളത്. അപ്പോൾ ഈ ഋതപ്പൻ എന്ന് പറഞ്ഞ കൊച്ചു കുഞ്ഞ് വളരുന്നു. ആ കുഞ്ഞിൻ്റെ കാര്യം ആരാണ് നോക്കുക? അപ്പം സമൂഹത്തിൻ്റെ മൊത്തം നിങ്ങളെന്തും പറഞ്ഞോ, എനിക്ക് ജീവിക്കണം, അഥവാ ഞാൻ വീഴുന്നതിന് മുമ്പ് എനിക്ക് എന്നെ ചികിത്സിക്കാനെങ്കിലും എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം. അതായിരിക്കും ചിലപ്പോൾ ആ സ്ത്രീയുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇമോഷണലി സംസാരിക്കുന്നതൊന്നുമല്ല, ബിക്കോസ് എനിക്കൊന്നും ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് നിങ്ങളോട് ഇത് പറയാനേ പറ്റുള്ളൂ. നമ്മൾ ഒരാളുടെ അസുഖത്തിൽ, ഒരു വ്യക്തിയുടെയും നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് വിചാരിച്ചോ, ഒരു അസുഖത്തിലും ഒരാളുടെ അസുഖത്തിൽ നമ്മൾ ഒരിക്കലും അതിൽ അഭിരമിക്കരുത്, അഹങ്കരിക്കരുത്. അത് കണ്ടിട്ട് ചിരിക്കുകയും ചെയ്യരുത്, പരിഹസിക്കരുത്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. അതുപോലെ ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ട് ഇരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി ശരിക്കും ഇത് അറിഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി? ചിലവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ അല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിൽ ഒരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ അസുഖമെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക, വേറൊന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പം അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പം അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. ഇങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടറെ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ശത്രുക്കൾ ആ സ്ത്രീ ഇതൊക്കെ പറയണമെങ്കിൽ അവരുടെ മനക്കെട്ടി എത്രമാത്രമായിരിക്കും, അവരുടെ വിൽ പവർ എന്തുമാത്രമായിരിക്കും അല്ലേ? ചെറുത്ത് നിൽക്കുക, ജീവിതത്തിൽ ജയിക്കുക, സ്വന്തം ശരീരത്തിനകത്ത് വന്നിരിക്കുന്ന ഒരു മാരക രോഗത്തിനെ അതിന് മനസ്സിൻ്റെ ശക്തി കൊണ്ട് അതിനെ ആ പ്രതികൂല സാഹചര്യം തരണം ചെയ്യുക എന്നുള്ള കാര്യം ഒരു മാതൃകയാടേ. ക്യാൻസർ സർവൈവറായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നുണ്ടെങ്കിൽ സല്യൂട്ട് ചെയ്ത് വയ്ക്കുക. ആ വേദന നമുക്കാർക്കും അറിയില്ല. നിങ്ങൾക്കോ അല്ലെങ്കിൽ ലോകത്തൊരു മനുഷ്യർക്കോ വരരുതേ എന്ന് പറയാൻ പറ്റുന്നൊരു രോഗമാണ് അത്. ഇപ്പോഴും ഞാൻ കുറച്ച് കാലത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള പല വീഡിയോകളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു അഭിഷേക് മോൻ 10 വയസ്സുകാരൻ റീജിയണൽ ക്യാൻസർ സെൻറ്റർ ട്രിവാൻഡ്രത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് അവൻ്റെ അച്ഛൻ, അവൻ്റെ അമ്മ, അവൻ്റെ സഹോദരൻ എന്ന് വെച്ചാൽ ഏറ്റവും ഇളയ ഒരു കൊച്ചുകുട്ടി, ഇവൻ തന്നെ 10 വയസ്സുകാരനാണ്. അപ്പോൾ അവൻ്റെ അനിയൻ എന്ന് പറയുമ്പോൾ ചിന്തിച്ചാൽ മതി, കൊച്ചുകുട്ടി, അതിന് ഡൗൺ സിൻഡ്രോം എന്തൊരു പ്രോബ്ലം ഉള്ള കുട്ടിയാണ്. ഞാൻ ആ വീട്ടിൽ ഞാനും നമ്മുടെ ഒരു സുഹൃത്തും കൂടെ പോവുകയാണ്. നമ്മൾ അവിടെ പോയി നമ്മളെ കൊണ്ട് കഴിയുന്ന കുറച്ച് സഹായം അവിടെ കൊണ്ട് ഏൽപ്പിക്കാനാണ് പോയത്. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മറൈൻ ഡ്രൈവിലൊക്കെ പൊരിവെയിലത്ത് നിന്നൊക്കെ പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ കളക്ട് ചെയ്ത പൈസയാണ്. അത് കൊടുത്തു. വലിയ എമൗണ്ടൊന്നുമല്ല, എന്നാലും കൊടുത്തു. പക്ഷേ
കുറച്ച് നാളിന് ശേഷം ഞാൻ അറിയുന്നത് അഭിഷേക് മോന് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അവൻ്റെ അച്ഛൻ ഒരു തയ്യൽ തുന്നൽ തൊഴിലാളിയായിരുന്നു, മത്സ്യത്തൊഴിലാളിയായിരുന്നു അദ്ദേഹം. പിന്നീട് തുന്നലും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപജീവനം, ബാബുച്ചേട്ടൻ. പിന്നെ അവൻ്റെ അമ്മയ്ക്ക് ബ്രെയിൻ ട്യൂമർ, മകന് ബ്ലഡ് ക്യാൻസർ, ഏറ്റവും ഇളയ കുട്ടിക്ക് ഡൗൺ സിൻഡ്രം. ഇവരെല്ലാവരും ഞെട്ടിപ്പിച്ചുകൊണ്ട് ആ കുടുംബത്തിൻ്റെ നാഥനായിട്ടുള്ള എൻ്റെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം. ആ ചിരിയും ആ കണ്ണുനീരൊക്കെ ഞാൻ കണ്ടതാണ്. പുള്ളി ബാബുച്ചേട്ടൻ എന്നുള്ള വ്യക്തിയുടെ മരണമാണ് ഞാൻ ആദ്യം അറിയുന്നത്. ആൾക്കിതെല്ലാം കൂടെ മനസ്സിൽ വെച്ച് താങ്ങാൻ കഴിയാതെ ടോയ്ലറ്റിൽ പോയ സമയത്ത് അവിടെ വെച്ച് BP കൂടി അദ്ദേഹം ഈ ലോകം വിട്ടുപോയി. അതിനുശേഷം കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അറിയുന്നു അഭിഷേക് മോൻ പോയി. അതിനുശേഷം ഞാൻ അറിയാത്തത് ആ അമ്മ, നമ്മുടെ ബ്രെയിൻ ട്യൂമർ വന്ന ആ അമ്മയും അതിനുശേഷം ആ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടിയുടെ ഒരു അവസ്ഥ എന്തായി കാണുമെന്നുള്ളത്. എനിക്കതിനെക്കുറിച്ച് പിന്നെ ഒരു അറിവുമില്ല, എവിടെയും അറിയില്ല, പലരോടും അന്വേഷിച്ചു, ആർക്കും അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതൊന്നും ആർക്കും വരരുത്. പോലും നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കറിയാം, അതിന്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും ഇല്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് ഞാൻ ഭക്തമായിട്ട് ഒരു മനുഷ്യനോടും കാണും. കരീഷ്മ അറിയാം, മാനേജർ എൻ്റെ ചേച്ചിയോട് പോലും പറഞ്ഞു, കാരണം അവർക്ക് വിഷമിക്കും. കരീഷ്മയോട് പറഞ്ഞത് തന്നെ, കരീഷ്മയോട് ചോദിച്ച് എന്തായാലും നീ എന്താ, അവൾക്ക് നമ്മുടെ ഒരു സംസാരം വ്യത്യാസം അവൾക്ക് അറിയാൻ പറ്റും. എന്താ ഒരു സംഭവം ഉണ്ട്, അവൾ ഞെട്ടിപ്പോയി. ഇപ്പം ഞാൻ ആരോടും പറഞ്ഞു, കുറേ നാൾക്ക് മുന്നേ ആണിത്, ആരോടും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. കരീഷ്മ അറിഞ്ഞതിന് ശേഷം ചേച്ചി അറിഞ്ഞു, ചേച്ചിയോട് പറഞ്ഞു കരീഷ്മ. അപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി, നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി PET സ്കാൻ എടുത്തിട്ട് അവിടുത്തെ ഡോക്ടർ വീണ്ടും കുറേ പരിശോധനകൾ, പതോളജിയും അതുപോലെ ബയോപ്സിയും, വീണ്ടും MRI വിത്ത് മാമോഗ്രാം, അതുപോലെ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് സ്കാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ ഇതിൽ, അതായത് മുന്നേ നമ്മൾ അറിഞ്ഞെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അറിഞ്ഞത്, പക്ഷേ മെഡിക്കൽ കോളേജുകാർക്ക് അവർ വീണ്ടും പരിശോധിക്കും. എന്താണെന്ന് അറിയേണ്ടത്, എന്താണ് എങ്ങനെയാണെന്ന് അവർ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ക്യാൻസർ ആണ് മെഡിക്കൽ കോളേജുകാരും കൂടെ സ്ഥിരീകരിച്ചത്. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ ആ സ്ത്രീയെ ശ്രദ്ധിക്കുന്ന അവരുടെ സംസാരം, സ്വന്തം ശരീരം മരിക്കുന്നു, അത് പതോളജി റിപ്പോർട്ടാണ്, പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മാമോഗ്രാമിന്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറെ ബാക്കി ബയോപ്സി ചെയ്തതും PET സ്കാൻ റിപ്പോർട്ടും ഒക്കെ എന്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിന്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വെക്കേണ്ടത്. വീട്ടിൽ അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അമ്മയുടെ? അവരെന്റെ മുന്നിൽ കരയാൻ പറ്റുമോ? അവരെന്നെ ധൈര്യം തരാനല്ലേ പറ്റത്തുള്ളൂ. ചേച്ചിയായിട്ടും കരിഷ്മയൊക്കെ ആയിട്ടും പപ്പായമ്മയൊക്കെ പലപ്പോഴും പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി, ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാൻസർ ആണെന്ന് ഓർത്ത് ഞാൻ കരയില്ല. കിച്ചു വലുതായി ഇതൊക്കെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ദൈവമേ, എനിക്കും കൂടെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥ. രേണുവിന് ഈ അസുഖം ട്രീറ്റ് ചെയ്ത് എന്തായാലും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പം എനിക്കറിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ തിരിച്ചു വരും എന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. പക്ഷെ ഇത് കാണുമ്പം ഈ ഒരു വാക്ക് പറഞ്ഞപ്പോൾ, ഋതപ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിനകത്തൊക്കെ പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിനകത്തേക്ക് ഓരോ കാര്യം കണക്ട് ചെയ്ത് ഇങ്ങനെ വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തോന്നിയൊരു കാര്യമാണ് പെട്ടെന്ന് നമ്മളിപ്പം ഈ ഒരു പാട്ടാണ് പറഞ്ഞത്, വിണ്ണിലെ പൊൻതാരകം ഓരമ്മ പെറ്റോരുണ്ണികൾ അവരൊന്നു ചേർന്നോരംഗണ ഇന്നെൻ്റെ ഉള്ളം. ആ ഒരു പാട്ടില്ലേ, രാപ്പാടി എന്നുള്ള ആ പാട്ട്, ആകാശദൂതിലെ പാട്ട്. ആ സാഹചര്യത്തിൽ ആ ഒരു സ്ത്രീ, ഹസ്ബൻഡില്ല, മക്കൾ പറക്കമുറ്റാത്ത പിള്ളേരാണ്, അതിനകത്ത് ഓരോ കുട്ടികളെയും പലർക്കായിട്ട് വളർത്താൻ കൊടുക്കുന്നൊരു കാഴ്ച. ഞാൻ ആ സിനിമയുടെ സീനാണ് പറയുന്നത്. അത് നമുക്കിന്നും ഒരിക്കൽ കൂടെ കാണാൻ ധൈര്യമില്ലാത്തൊരു സിനിമയാണ്. പറ്റത്തില്ല. അത് കണ്ടിട്ടുള്ള ഒരു മനുഷ്യനും ആ സിനിമ വീണ്ടും ഒരിക്കൽ കൂടെ കാണാൻ കഴിയും ഞാൻ വിശ്വസിക്കുന്നില്ല. ചിന്തിക്കാൻ പോലും ശ്രമിക്കത്തില്ല. ഇവിടെ രേണു പറയുന്നതിനകത്ത് ആ ഒരു കുഞ്ഞിൻ്റെ കാര്യം, കുഞ്ഞിനും ഒന്നും സംഭവിക്കത്തില്ല, രേണുവിനൊന്നും സംഭവിക്കത്തില്ല. തേർഡ് സ്റ്റേജിൻ്റെ എൻഡിലേക്കാണെന്ന് പറയുന്നു, ഫോർത്ത് സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടക്കത്തിൽ ഞാൻ നിങ്ങൾ ഈ കാണുന്ന സ്ത്രീകളോടൊക്കെ പറയാം, നിങ്ങളും ഇതുപോലുള്ള എന്തെങ്കിലും ബ്രസ്റ്റിൽ മുഴയോ മറ്റുള്ള കാര്യങ്ങളോ എന്തെങ്കിലും ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ മാമോഗ്രാം
ചെയ്യാൻ മടിക്കരുത്. ഡോക്ടറെ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ട് ചോദിക്കുക. പലരും വിചാരിക്കും ചെറിയൊരു മുഴയല്ലേ എന്നുള്ളതാണ്, പക്ഷേ അതിരുന്ന് ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ്. തുടക്കകാലത്തൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ ഇതിനെ ചികിത്സിച്ച് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു സർജറിയിലൂടെ ആ സംഭവം മാറ്റിക്കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എത്രയോ സെലിബ്രിറ്റീസ്, ഇപ്പോൾ ആഞ്ചലീന ജോലിയെ പോലുള്ള പല ആൾക്കാർ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്, സർജറി ചെയ്ത് അവരുടെ അവിടെ അതൊക്കെ ഇംപ്ലാന്റ് വരെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഭയക്കരുത്. നമ്മൾ ഒരു അസുഖം വന്നതിന് മുമ്പ് അതിനെ ട്രീറ്റ് ചെയ്യാൻ മാനസികമായിട്ട് തയ്യാറെടുക്കണം. ഇവിടെ ഒരു സ്ത്രീ, ഹതഭാഗ്യയായ സ്ത്രീ, ഒരാൾ വിവാഹം കഴിച്ചു, അയാൾ പോയി, അതിനുശേഷം അയാളൊരു കുഞ്ഞിനെ കൊടുത്തിട്ട് പോയി, ജീവിക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് എന്തൊക്കെയോ വേഷം കെട്ടുന്നു. അപ്പോഴൊക്കെ നീ വിധവയല്ലേ, നീ വീട്ടിലിരിക്കേണ്ടവളല്ലേ, നീ വിധവകൾക്ക് അപമാനം, മറ്റത് മറിച്ചത്, അവളെ എന്തൊക്കെ ചാപ്പ കുത്തി. എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഈ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം തുല്യമാണ്. അത് മനുഷ്യന് ഓരോരുത്തരും ഓരോ ഇഷ്ടം പോലെയൊക്കെ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്നതിനപ്പുറം നമ്മൾ എന്തിനാ അതിനത്രമാത്രം കൺസേൺ ആവണം എന്നെനിക്ക് മനസ്സിലാവാറില്ല. സോ കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുക, പുറത്തു പോകാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. കിച്ചുവിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും ഒരു രോഗാവസ്ഥ നിൽക്കുന്ന സ്ത്രീയുടെ രോഗവും മറ്റുള്ള വിവരങ്ങളും അറിഞ്ഞിട്ട് കിച്ചു അവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല, അവരോട് എന്താണെന്നുള്ള കാര്യം തിരക്കിയിട്ടില്ല എങ്കിൽ കാലം അത്രേ പറയുന്നു, വേറൊന്നും പറയാനില്ല. ഇത് മുമ്പേ അറിഞ്ഞിട്ട് മനസ്സിൽ വെച്ച് ആരോടും പറയാതിരുന്നിട്ടും അത്രയും ഷോർട്ട് ഫിലിം ആയാലും ഇനോഗ്രേഷൻസ് ആയാലും എല്ലാത്തും പോയി സൈബർ ബുള്ളിങ് വെയിറ്റ് എല്ലാവർക്കും വാങ്ങിയിരിക്കുന്നതും ഒരു കണക്കിന് കേട്ട് എങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നത്? നിങ്ങൾക്കിപ്പം ഇപ്പം ഇത് കാണുന്നവർക്കറിയാം, ഞാൻ ഈ ക്യാൻസർ ആണെന്നും അറിഞ്ഞിട്ടും ഞാൻ എത്ര സന്തോഷത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറിയത് ഒക്കെ അറിയാം. ഞാൻ റീൽസ് ചെയ്യുന്നത്, ഈ തെറി മുഴുവൻ കേൾക്കുന്നതും ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ നമ്മളുടെ വിധിയാണത്. നമുക്ക് ഒരു ഇത് നേരത്തെ കണ്ടുപിടിച്ചാണ്, ഞാൻ ഇതെനിക്ക് അറിയാവുന്നതായിരുന്നു. എന്നിട്ട് പോലും ഞാനത് ആ സമയത്ത് ഞാൻ ചികിത്സിച്ചില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്നും കൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അവസ്ഥ വരത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇതിനും വലിയ കുത്തുവാക്കളല്ലേ കേൾക്കുന്നത്. ക്യാൻസറിനേക്കാൾ എനിക്ക് ക്യാൻസർ ഒന്നുമല്ലേ, വേറൊന്നുമല്ല, ഇതിനും വലിയതാണ് കേട്ടത്, അനുഭവിച്ചത്. ഈ ക്യാൻസർ ആയിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ പോലും എയർപോർട്ടിൽ വെച്ച് പോലും വിഷമം ഉണ്ടായി അനുഭവിച്ചത്. ഓരോ മനുഷ്യനെയും ആ ഒരു മനുഷ്യൻ്റെ ചുറ്റുപാടുകൾ തന്നെയാണ് കൊലപാതകിയാക്കുന്നത്, കള്ളനെ കള്ളനാക്കിയത്, മറ്റ് പലതരത്തിലുള്ള സാമൂഹികപരമായിട്ട് നമുക്ക് എതിർത്ത് നിൽക്കുന്ന അരാജക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കും പറയാൻ ഓരോരോ കാരണങ്ങളുണ്ടാവും. ഇവിടെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവരുടെ വഴികൾ തിരഞ്ഞെടുത്ത സമയത്ത് അവരെ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ആരാണല്ലേ. ചേച്ചി, ഈ ഒരു 34 വയസ്സിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും ചെറുതല്ല. സൈബർ ബുള്ളിങ് ആയാലും ഭർത്താവിന്റെ മരണമായാലും ഇപ്പത്തെ ക്യാൻസർ എന്നൊരു വലിയ രോഗമായാലും ശരിക്കും ദൈവത്തോട് എന്താ ചേച്ചി ചോദിക്കാനുള്ളത്? എനിക്ക് വരാനുള്ള ആശ്രയം ദൈവം തരാനുള്ളത് എനിക്ക് ദൈവം തന്നത് തന്നെയാണ്. നമുക്ക് നന്മ തരുന്നതും ദോഷം തരുന്ന എല്ലാം ദൈവം. എനിക്ക് ദോഷമായിട്ട് ഞാൻ ദൈവം തന്ന സന്തോഷത്തോടു കൂടി നമ്മൾ ആ രോഗം ഇതൊക്കെ ആരെ കൊണ്ട് പറയാൻ പറ്റും? ദോഷം തരുന്ന ദൈവം തന്നെ, നല്ലത് തരുന്ന ദൈവം തന്നെ ദോഷം തരുന്നതിനെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരാൾ പറയുമ്പോൾ എന്നെക്കൊണ്ട് പറയാൻ പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുമോ? ഇപ്പൊ ചേച്ചി ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവില്ല, അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് കുറെ നാൾ മുന്നേ അറിഞ്ഞ കാര്യം. ഈ മഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തുകൊണ്ട് വന്നു. ഞാൻ വിചാരിച്ചത് കറക്റ്റ് തന്നെ. അവർ കിടന്നു കഴിഞ്ഞാൽ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വേണ്ടേ? അതും ആൾക്കാരുടെ തെറി കേട്ടിട്ടാണെങ്കിലും അതും അവർ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. ചേച്ചി, എനിക്ക് ശരിക്കും ചേച്ചിയോട് ഈ നിമിഷത്തിൽ സത്യം പറഞ്ഞാൽ പറയാൻ പാടില്ല, പക്ഷെ എനിക്കിപ്പോഴേ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്റെ മനസ്സിലൊരു ഇതായി. ചേച്ചി എപ്പോഴും കിച്ചുവിനെ പോലെ എന്നെ കണ്ടിട്ടുണ്ടാവും, എനിക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതപ്പം ചേച്ചി റിയലി എന്തെങ്കിലും ഞാൻ മാനസികമായിട്ട് എന്തെങ്കിലും എന്റെ ചോദ്യങ്ങൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി. അങ്ങനൊന്നുമില്ല, സ്ഥാനത്ത് തന്നെ അന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഈ ക്യാൻസർ ആണെന്ന് അറിഞ്ഞതിന് ശേഷം സുധിച്ചേട്ടന്റെ സ്വപ്നം കാണുകയാണ്. ഞാൻ സുധിച്ചേട്ടന്റെ സ്വപ്നം കണ്ട് ഞാൻ പറഞ്ഞു കുറെ വർഷമല്ല കുറെ നാളുകളായി. ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം സുധിച്ചേട്ടൻ അങ്ങനെ സ്വപ്നം കാണാറില്ല. ചിലപ്പോൾ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷത്തിന്റെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അധികം കണ്ടിട്ടില്ല. ചേച്ചിയുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? എനിക്ക് ജീവിക്കണം. ജീവിക്കും വേണോ? ഉറപ്പിച്ചു പറയാം, തിരിച്ചു വരും.
ഇതൊരു ലൈഫിൻ്റെ എൻഡല്ല, നമ്മൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സംഭവം. ഇതിനകത്ത് ഒരുപാട് പേരുമായിട്ട് ചേർന്നിട്ടുള്ള പല സംഭവങ്ങളും ഇപ്പോൾ രേണുവിൻ്റെ ഇതിനകത്ത് ഞാൻ കണ്ടു. അതിനകത്ത് എനിക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ ചർച്ചയായ ആൾക്കാരെല്ലാവരും രേണുവിനെ തെറി പറയുന്നൊരു സാഹചര്യം ഉണ്ടായത് ഈ ബിഷപ്പുമായിട്ടുള്ള, അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനല്ല ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു മനുഷ്യനാണെന്ന് അത് തെളിയിച്ചു. അദ്ദേഹവും അവിടെ പോയി അദ്ദേഹം ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവയൽ സുധി ലയത്തിൽ ഇന്ന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമാണ്, താങ്ക് യു തിരുമേനി, എൻ്റെ ഭാഗത്തു നിന്നും അങ്ങേക്ക് ഉണ്ടായ വിഷമങ്ങൾക്ക് മാപ്പ് അല്ലേ. ഋതപ്പനം നിൽക്കുന്നു, രേണു നിൽക്കുന്നു. പറഞ്ഞേ മനുഷ്യൻ്റെ ഗ്രേറ്റ്നെസ് എന്ന് വെച്ചാൽ നമുക്ക് ഇന്നലകളിൽ ഒരു തെറ്റ് പറ്റി എന്ന് പൂർണ്ണമായ ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് തിരുത്താനുള്ളൊരു അവസരം കിട്ടിയാൽ തിരുത്തുക എന്നുള്ളിടത്താണ്. ഇന്നലത്തെ തെറ്റുകളിൽ ഇന്നും നമ്മൾ അങ്ങനെ തന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മൾ മനുഷ്യനല്ല. ഞാൻ ഇന്നലെ തെറ്റ് ചെയ്തതാണ്, ഇന്നും ഞാൻ തെറ്റ് ചെയ്യും, നാളെയും തെറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതല്ല. നമ്മളിൽ ചെയ്തൊരു കാര്യം നമുക്ക് ശരിയല്ല, നമ്മൾ ചെയ്യൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നിയാൽ തിരുത്തണം. ആ തോന്നി തുടങ്ങി തിരുത്തണം. അദ്ദേഹം അവിടെ പോയി ജിഷ്ണുവിൻ്റെ നമ്മുടെ മരണപ്പെട്ടു പോയ ഫോട്ടോയൊക്കെ ഇട്ടേക്കുന്നു. പുള്ളിക്കാരത്തി എല്ലാ ഒരു സൂചനയിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു പാട്ടോടെ ഉണ്ടല്ലോ, അത് എല്ലാവർക്കും ബാധകമാടേ. മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം രോഗം കൂടുതലും സാരമായി ബാധിച്ചിരിക്കുകയാണ്. ദയവായി നെഗറ്റീവ് കമൻറ്റുകളും പരിഹാസങ്ങളും ഒഴിവാക്കുക. കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഫിറോസ്. എല്ലാവരും മനുഷ്യരാകുന്നു. ഇപ്പം ഞാനും വിശ്വസിക്കുന്നില്ല. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ, എൻ്റെ അടുത്ത സുഹൃത്തുക്കളടക്കം രേണുവിനെ വിമർശിക്കുന്ന വീഡിയോസൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം, ഇവരാരും രേണുവിനോട് വ്യക്തിപരമായി യാതൊരു തരത്തിലുള്ള വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ടാണ് ചെയ്യുന്നത്. ഒരു സമൂഹം അവരെ വെറുത്ത് ഇങ്ങനെ നിലനിൽക്കുന്നുള്ളത് കൊണ്ട് അതിനൊരു കോണ്ടൻറ്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് നിലനിർത്തി പോയിട്ടുണ്ടാവാം. മറിച്ച് വ്യക്തിപരമായിട്ട് ഇപ്പോൾ രേണു നശിക്കണമെന്നോ ഈവൻ രേണുവിനിപ്പോൾ ഈ ഒരു സാഹചര്യം വന്നതിനെയൊന്നും അവരാരും ആഘോഷിക്കുമെന്നോ വന്നിരുന്നിട്ട് കണ്ടില്ലേ അവൾ എന്നൊക്കെ പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനറിയുന്ന എൻ്റെ ഒരു സുഹൃത്തുക്കൾ അങ്ങനെയല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലായിടത്തും ഉണ്ടാവാം. സ്വാഭാവികമായിട്ട് അവരാരും ചിന്തിക്കുന്നില്ലല്ലോ രേണുവിന് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ആരും ചിന്തിക്കുന്നില്ല. കോണ്ടെക്സ്റ്റ് വേറെ ആയിരുന്നു. രേണു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നുള്ള കാര്യമാണ്. അത് ചിലപ്പം പലപ്പോഴും ഞാൻ പറഞ്ഞതൊക്കെ രേണുവിന് ഗുണമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. രേണുവിൻ്റെ ആ ഒരു സാഹചര്യത്തിനെ ഓവർകം ചെയ്തെടുക്കാൻ രേണുവിനും അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടാവാം. ബട്ട് ഈ ഒരു അവസ്ഥയിൽ ഇനി ആരും അവരെ ക്രൂശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഇതും കണ്ടിട്ട് അവർ കള്ളത്തരം പറയുകയാണ്. ഒരു മഹാരോഗത്തിൻ്റെ പേരിൽ മറവിൽ അവരെന്ത് തട്ടിപ്പടത്താനാണ്? ഞാനും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന ജഡങ്ങൾ മാത്രമാണ്. കാരണം എന്തെന്നറിയാമോ, നമ്മുടെ കണ്ണൊക്കെ ഉണ്ട് നമുക്ക്, പക്ഷെ ശരിക്കും കാണേണ്ടത് നമ്മൾ കാണത്തില്ല. നമ്മൾ കാണേണ്ടാത്തതിനെ കാണും, പറയേണ്ടാത്തതിനെ പറയും, ചെയ്യേണ്ടാത്തതൊക്കെ ചെയ്യും. ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആരും ചെയ്യത്തില്ല. ഒരു ജീവിതമേ ഉള്ളൂ. 40 കഴിഞ്ഞ് ഞാൻ ചിന്തിക്കാറുണ്ട്. ഒരു 10-12,000 ഒരു 13,000 ദിവസമാണ് ഞാൻ ഈ ഭൂമിയിൽ ഇതുവരെ ജീവിച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഏജ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര ദിവസം, അപ്പം മണിക്കൂറായിട്ട് കൺവേർട്ട് ചെയ്താലൊക്കെ കാണുമ്പോൾ നമുക്കൊരു 1000, 10,000, 25,000 അകത്തേക്ക് കിട്ടുള്ളൂ ടോട്ടൽ. ഇനി ഇതേപോലത്തെ ഒരു ഏജ് നമുക്ക് തിരിച്ച് അങ്ങോട്ട് എനിക്കിനി പോക്കില്ല, എനിക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഇനി ഒരു 10,000-10,000 ദിവസമായിരിക്കും ഈ ഭൂമിക്കകത്ത് മൊത്തത്തിലുണ്ടാവുക. 10,000-10,000 ദിവസം. അത് ഉണ്ടെങ്കിൽ എൻ്റെ ഭയങ്കര ചിന്ത കൊണ്ട് പറയാം, ആ ദിവസം വരെ ഉണ്ടെങ്കിൽ അത് മാത്രമാണ് ഇനി ഉള്ളത്. അത്രയേ ഉള്ളൂ പക്കൽ. നിങ്ങൾക്ക് എനിക്കൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു ഇൻഫിനിറ്റി അല്ല നമ്മുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ അവസാനിക്കേണ്ടവരാണ്. നമ്മൾ അവസാനിക്കുമെന്ന് 100% ഉറപ്പാണ്. ഇന്ന് നിങ്ങളറിയുന്ന ആൾക്കാർ ഒരു 100 കൊല്ലത്തിന് ശേഷം, അഥവാ നിങ്ങളുടെ അടുത്ത ജനറേഷൻ ഉണ്ടെങ്കിൽ, അഥവാ നിങ്ങളെ റീപ്രൊഡക്ഷൻ ചെയ്ത് നിങ്ങൾ കല്യാണം കഴിഞ്ഞു, അല്ലാതെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച്, അല്ലാതെ എന്ന് പറഞ്ഞത് കല്യാണം കഴിയാതെ ഇപ്പം കുഞ്ഞുങ്ങളുണ്ടാകുന്നല്ലോ, അല്ലാതെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി ജനിച്ച് അതിനുശേഷം അവർ കുറേ നാൾ നിങ്ങളെ ഓർക്കുമായിരിക്കും. അതിനുശേഷം അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻസ് അവർ കുറച്ച് കാലം നിങ്ങളെ ഓർക്കുമായിരിക്കും. ആ 2-3 തലമുറ കഴിഞ്ഞാൽ നിങ്ങൾ ആരോർക്കാൻ, നിങ്ങൾ ആർക്കറിയാം? അവർക്കറിയാമോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ പൊടിച്ചു വാരി സോഷ്യൽ മീഡിയക്കകത്തൊക്കെ ഇങ്ങനെ ആൾക്കാരെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ നടന്ന ആൾക്കാരൊക്കെ ആയിരുന്നു നമ്മളെന്ന് ആരെങ്കിലും അറിയോ? ആരും അറിയില്ല. ആരും ഒന്നും അറിയില്ല.
ഇന്നിവിടെ നിൽക്കുന്ന വളർന്നു നിൽക്കുന്ന മരങ്ങളും വലിയ വലിയ പ്രായമുള്ള മരങ്ങളും ആമയും മറ്റുള്ള പലതിനൊക്കെ പറയാൻ ഒരുപാട് കഥയുണ്ടാവും. കാരണം അതൊക്കെ കണ്ടു കുറേ ആൾക്കാർ നമുക്ക് മുമ്പേ. അവർ നമ്മളെ കാണും കുറേ കണ്ടിട്ടുണ്ട്, നിന്നെയൊക്കെ പോലെ കുറേ എണ്ണം ഇന്ന് ഞങ്ങളുടെ വളമാണെന്ന്. അതൊക്കെ ചിലപ്പോൾ അഹങ്കാരത്തോട് ചിരിച്ചു നോക്കുമായിരിക്കും. സോ ഗൈസ്, ആരെയും അകാരണമായി പരിഹസിക്കാതിരിക്കുക, കുറ്റപ്പെടുത്താതിരിക്കുക. ലൈഫ് ഈസ് ടു ഷോർട്ട്. വളരെ ചെറുതാണ്. ഈ നിമിഷം, നാളത്തെ വിട്, ഈ നിമിഷം ഇപ്പോൾ ജീവിക്കും. കൊതി തീരുന്നത് പോലെ കണ്ണ് തുറന്ന് കാണാം. ഒരുപാടുണ്ട് കാണാൻ, ആസ്വദിക്കാനുണ്ട്, ഇഷ്ടമുള്ളത് ചെയ്യാനുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. മറ്റുള്ള കാര്യം വിട്, ജീവിച്ചു തുടങ്ങും.